അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വളരെ കട്ടി കുറഞ്ഞ് നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് എടുക്കുക. ആ ഒരു കപ്പിന് ഞാൻ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈലിൻ്റെ കമ്പനീൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏത് കപ്പിനാണോ നമ്മൾ പൊടി എടുക്കുന്നത് ആ സെയിം കപ്പിന് വേണം നമ്മൾ പിന്നെ വെള്ളം എടുക്കാൻ. ചൂടായ വെള്ളം ഒഴിക്കുകയാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാത്രം വേണം. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഈ പൊടി മൊത്തം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാനൊരു 3.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരല്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചിടുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനും കുഴയ്ക്കുന്ന നേരത്തൊക്കെ ചിലപ്പോൾ സെറ്റായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഈ തവ വെച്ച് ഇതിൻ്റെ സൈഡിലും നടുക്കൊക്കെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ വെള്ളം ഇതിന് മുകളിലേക്ക് തിളച്ച് കയറും. ഇനി ഒരു മിനിറ്റ് ഇത് അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ വെള്ളം മൊത്തം തിളച്ച് മുകളിലോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചെറിയൊരു തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗവും പൊടികളും ഈ വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ മിക്സിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുഴച്ച് വരുന്ന സമയത്ത് ഈ അരിപ്പൊടി കട്ടയായിട്ട് ഇടയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്തൊക്കെ നമുക്കിത് പത്തിരി പൊട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ ശരിക്കും വെള്ളം എല്ലാ പൊടിയിലും മിക്സായി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇത് നല്ല ചൂട് പോകാൻ പാടില്ല. നമുക്കിത് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടാണ് സമയത്ത് ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുഴയ്ക്കാൻ സൗകര്യമുള്ള പാത്രം ഏതാണോ ആ പാത്രം എടുത്തിട്ട് ഈ പൊടി കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളടുത്ത് ഇതിങ്ങനെ ഇടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഇഞ്ചിയൊക്കെ ചതക്കട വെച്ച് ഒന്ന് ഇടിച്ചതിന് ശേഷം കുഴയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി സുഖമായിട്ട് ഞാൻ കുഴയ്ക്കാൻ പറ്റും. ഇനി ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് നമ്മുടെ കൈ ഇടയ്ക്ക് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം. കാരണം ഇത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഇളം ചൂടുവെള്ളത്തിൽ കൈയൊന്ന് മുക്കിയിട്ട് ഒന്ന് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. നമുക്കൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും പത്തിരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയ്യിൽ ഡിപ്പ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു 10-15 മിനിറ്റോളം ഇത് കുഴച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിത് ഒന്നായിട്ട് കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് 2ആയിട്ടാണ് കുഴച്ചിരിക്കുന്നത്. ഇത് സെറ്റായി എന്നറിയാൻ നമ്മളിത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് പുറത്ത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും അതിൻ്റെ അകത്തും ഉണ്ടാകുക. അതിനർത്ഥം അത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഉൾഭാഗം കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇത് 2 ഭാഗവും നന്നായിട്ട് കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ചപ്പാത്തി പല കേട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ച് വയ്ക്കാം. ശേഷം ഇതിനൊരല്പം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കൈ മുതൽ ഒട്ടും ഒട്ടത്തില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടും. ഇനി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കാരണം നമുക്കിത് ബോളാക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരല്പം എണ്ണ തൂത്തതിന് ശേഷം നമുക്കിത് ബോളാക്കി ഇതുപോലെ ആവശ്യത്തിനുള്ള വലിപ്പം എടുത്തിട്ട് ബോളാക്കിയിട്ട് നമുക്കിതുപോലെ ചെയ്ത് വെക്കാം. ഇനി ഞാനിത് പരത്തിയിട്ടല്ല ഉണ്ടാക്കുന്നത്, പകരം ഞാൻ പത്തിരി പ്രസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരല്പം അരിപ്പൊടി എടുത്തതിന് ശേഷം ഞാനിതുപോലെ ട്രാൻസ്പെറൻറ്റ് കവറ് ഈ നമ്മുടെ പത്തിരി പ്രസ്സിന്മേൽ വെച്ചേക്കാണ്. നിങ്ങൾക്ക് പത്തിരി പരത്തി ചുടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തേക്കാണ്. ഇനി നമുക്ക് ട്രാൻസ്പെറൻറ്റ് കവർ ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിൻ്റെ കവർ വല്ലതും നമുക്ക് ഈ ഒരു മടക്കുന്ന ഷേപ്പിൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചാലും ഇത് നന്നായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ കവർ വല്ലതും ഇതുപോലെ നമ്മുടെ കീസ് എന്തെങ്കിലും ഇതുപോലെ കെട്ടി കൊടുത്താലും നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടും. ഇനി നമുക്കൊരു ബോൾ എടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ പത്തിരി നല്ലതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് തരുമ്പോൾ പത്തിരിൻ്റെ ചുറ്റുമുള്ള ഭാഗം എന്താവില്ല, പൊട്ടത്തില്ല. അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ നമ്മൾ ബോൾ എടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു കൈ നമ്മുടെ അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് പത്തിരി ആ കയ്യിലോട്ട് ഇട്ടിട്ട് നമ്മുടെ അടുത്ത കൈയും കൂടെ ഡിപ്പ് ചെയ്തൊന്ന് എല്ലാ സൈഡിലും ഈ പൊടി ഒന്ന് ആക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ പത്തിരി പരസ്പരം ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്.
ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള എല്ലാ പത്തിരിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിയെല്ലാം ഞാൻ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 3 എണ്ണം പത്തിരി ചുട്ടാൻ നമുക്ക് പറ്റും, അത്യാവശ്യം വലുപ്പത്തിലുള്ളത് തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും, കാരണം ഇത് ഗ്യാസിലായതുകൊണ്ട് തന്നെ ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് തിരിച്ച് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ചൂട് ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം എല്ലാ ഭാഗവും ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നും പുക വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കാണുമ്പോൾ തന്നെ ഒരു ചെറിയ കുക്കായമാർക്ക് തോന്നും. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മുടെ പത്തിരി കുഴച്ച് ശരിയാണെങ്കിൽ നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.